കടലിന് ജാതിയില്ല കായൽ സമ്മേളനത്തിൻ്റെ നൂറ്റാണ്ട് എന്ന സെഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കേരള നവോത്ഥാന ചരിത്രത്തിൻ്റെ ചാലക ശക്തിയായി പ്രവർത്തിച്ചത് പ്രധാന പ്രവർത്തനങ്ങളൊന്ന് ദളിത് കീഴാള ജാതികളുടെ സംഘടനാ രൂപീകരണങ്ങളാണ്. കേരളത്തിൻ്റെ പൊതുബോധത്തിലേക്ക് പൗരാവകാശങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ടായിരുന്നു ഈ ജാതി സംഘടനകൾ അവരുടെ രൂപീകരണം കൊണ്ട് ലക്ഷ്യം വെച്ചത്. കൊച്ചി എന്ന രാജ്യത്ത് അത്തരമൊരു ചർച്ച മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ചരിത്രമായിരുന്നു 1913 കായൽ സമ്മേളനം എന്ന് ഇന്ന് നമ്മൾ ചരിത്രങ്ങളിലൂടെ വായിക്കുന്ന, കേൾക്കുന്ന, മനസ്സിലാക്കുന്ന ആ ചരിത്രം. അത് ആദ്യകാലത്ത് പലപ്പോഴും പല സ്വകാര്യ ചർച്ചകളിൽ, ചില ഓർമ്മകളിൽ, ചില ജാതി ചർച്ചകളിൽ, കാരണം ഇവ കായൽ സമ്മേളനം ഈ കൊച്ചി കായൽ തുരുത്തുകളിലെ പുലയരുടെ ഒരു സമ്മേളനമായിട്ടാണത് രേഖപ്പെടുത്തപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുലയരുടെ ചില ഓർമ്മകളിൽ ജാതി ചർച്ചകളിലൊക്കെയാണ് പലപ്പോഴും അത് നിലനിന്നിരുന്നത്. അതിനെ ഒരു പൊതു ചരിത്രത്തിൻ്റെ ഭാഗമാക്കി എത്തുന്നത് 2004 ശ്രീ ചെറായി രാംദാസ് എഴുതിയ കായലിൽ രൂപം കൊണ്ട പുലയ സഭ എന്ന ലേഖനത്തിലൂടെയാണ്. ഇതിനുശേഷം ഒരു 18 വർഷത്തിന് ശേഷം അദ്ദേഹം 22 ഒട്ടനവധി പുരാരേഖകളുടെ, വാർത്താരേഖകളുടെ പശ്ചാത്തലത്തിൽ ആ ലേഖനത്തെ വിപുലീകരിക്കുകയും ധാരാളം രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് കായൽ സമ്മേളനത്തെ പറ്റിയുള്ള കായൽ സമ്മേളനരേഖകൾ എന്ന പുസ്തകമായിട്ട് മാറുകയും ചെയ്തു. ഇത് ഇന്നിപ്പോൾ നമ്മുടെ കേരള ചരിത്രത്തിൻ്റെ പഠനത്തിൽ അവഗണിക്കാൻ പറ്റാത്ത ഒരു ഘട്ടമാകുകയും ചെയ്തു. ആ പുസ്തകം, ഈ ലേഖനവും ഈ പുസ്തകവും അതിന് വഴി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കൂടി ചർച്ച പോലും ഈ ലേഖനത്തിൻ്റെയും പുസ്തകത്തിൻ്റെയും മുകളിലാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ പുസ്തകവും ലേഖനവും ധാരാളം ഇതിനെപ്പറ്റിയുള്ള പരാമർശങ്ങളെയെല്ലാം നമ്മുടെ മുമ്പുകളിലേക്ക് എത്തിക്കുകയും ഇതെല്ലാം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ എന്ന് നമ്മൾ ആലോചിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്യുന്ന ഒരു കായൽ സമ്മേളനത്തിന് അത്തരത്തിലൊരു കാര്യമുണ്ട്. അതിനെ തുടർന്ന് പിറ്റേ മാസം തന്നെ ആൽബർട്ട്സിൽ വെച്ചിട്ട് മറ്റൊരു സമ്മേളനം നടക്കുകയും തുടർന്ന് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ പുലയ സമ്മേളനങ്ങൾ ഒരു പരമ്പരയായിട്ട് നടക്കുകയും ചെയ്തതും നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ എല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ഒരു കൊച്ചിക്കാരി എന്ന നിലയിൽ തന്നെ ഞാനത് പറയുന്നത്, പലപ്പോഴും നമ്മുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം ഇത്തരം സമ്മേളനങ്ങൾ നടന്നു പോയിട്ടുണ്ടെന്നും അതിൽ ധാരാളം പ്രമുഖരും അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ ചരിത്രമാണ്. ഈ ചരിത്രത്തിലേക്ക് ഈ വേദിയുടെ ഏതാണ്ട് അടുത്ത് തന്നെയാണ് അന്ന് ഈ സമ്മേളനം നടന്നത് എന്ന് പല രേഖകൾ മുൻനിർത്തി ചെറായി രാംദാസ് വയ്ക്കുന്നുണ്ട്, സാക്ഷ്യപ്പെടുന്നുണ്ട്. ഏതാണ്ട് അടുത്ത് തന്നെയാണായിരുന്നു എൻ്റെ വേദി. അത് കരയിൽ ഇടം കിട്ടാത്ത ജനത കായലിൽ വള്ളം കെട്ടി നടത്തിയ ഒരു സമ്മേളനം എന്ന രീതിയിൽ തന്നെയാണത് നമ്മൾ അറിയപ്പെടുന്നത്. വളരെ കുറച്ച് സമയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൻ്റെ പാനലിലുള്ളവർ NS മാധവൻ സാറുണ്ട്. അദ്ദേഹം ലണ്ടൻ ബത്തേരി ലുത്തിനികൾ, ഭീമച്ചൻ തുടങ്ങിയിട്ടുള്ള കഥകളിലൂടെ, നോവലിലൂടെയൊക്കെ തന്നെ കൊച്ചിയുടെ കായൽ തുരുത്തു ജീവിതത്തെ അടയാളപ്പെടുത്തിയതാണ്. അദ്ദേഹമായിരിക്കും ഇതിൻ്റെ ഈ സെഷൻ ആരംഭിക്കുന്നത്. രണ്ടാമത് ശ്രീ ചെറായി രാംദാസ്, അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത് ശ്രീ വിനിൽ പോള്, അദ്ദേഹവും ചെറായി രാംദാസ് തുടങ്ങി വെച്ച ഒരു ചരിത്ര ഗവേഷണത്തിൻ്റെ, രേഖാഗവേഷണത്തിൻ്റെ തുടർച്ചയായി അക്കാദമിക ലോകത്തും സാമൂഹ്യ ലോകത്തും നിൽക്കുന്ന ഒരാളാണ് ഡോക്ടർ വിനിൽ പോൾ. അദ്ദേഹം കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപകനാണ്. സുനിൽ പിളയിടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നവോത്ഥാന ചർച്ചകൾ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന
ഞങ്ങൾ സഹപ്രവർത്തകരാണ്. അദ്ദേഹം എഴുത്തുകാരനും പ്രഭാഷകൻ എന്ന നിലയിലെല്ലാം എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നില്ല. ഞാൻ മലയാള വിഭാഗത്തിലും അധ്യാപികയാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് വളരെ കുറഞ്ഞ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് വീതം ആയിരിക്കും പിന്നെ സദസ്സിലെ ചർച്ചകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ സെഷൻ ഉണ്ടായിരിക്കുന്നത്. ഈ സെഷനിലേക്ക് ആദ്യം സംസാരിക്കാനായിട്ട് ശ്രീ NS മാധവനെ ക്ഷണിക്കുന്നു. നമസ്കാരം. വളരെ പ്രഗത്ഭരായ ചരിത്രകാരന്മാരുടെയും ചരിത്ര കുതികകളുടെയും ഒരു പാനലാണിത്. ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയപ്പോൾ അതിൻ്റെ വെന്യൂ രാജേന്ദ്ര മൈതാനത്തിൻ്റെ അടുത്താണ് എന്ന് തീരുമാനിച്ചപ്പോൾ എടുത്ത ഒരു തീരുമാനമായിരുന്നു കായൽ സമ്മേളനം ഇതിലെ ഒരു മുഖ്യ ചർച്ചാ വിഷയമായിരിക്കണം. കായൽ സമ്മേളനത്തിൻ്റെ വേരുകൾ തേടി പോവുകയാണെങ്കിൽ അതിൽ വളരെ തീവ്രമായിട്ടുള്ള ദളിത് ഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള അന്നത്തെ സമൂഹത്തിൻ്റെ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം എതിരായി കൊച്ചിയിലെ കായലിൽ നടന്ന ഒരു സമ്മേളനമാണ് കായൽ സമ്മേളനം. അപ്പം ഇതിൻ്റെ വേരുകൾ തേടി പോവുകയാണെങ്കിൽ ആദ്യം നമ്മളെത്തുക ഇവിടെയാണ്, കുന്നത്ത് നാട്ടാണ്. കുന്നത്ത് നാട്ടിൽ നിന്ന് മുളവുകാടിലേക്ക് കുടിയേറി പാർത്ത ഒരു കുറുപ്പച്ചൻ്റെ കുടുംബത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ കുറുപ്പച്ചൻ്റെ മകനായ ചാത്തൻ കൊച്ചി കായലിലൂടെ 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ കൊച്ചി കായലിലൂടെ വഞ്ചിയിൽ പോകുമ്പോൾ സാമാന്യം ധനികനായിരുന്ന ചാത്തൻ അന്നത്തെ സമ്പ്രദായങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വെളുത്ത വസ്ത്രം അത് പുലയർക്ക് പറഞ്ഞിരുന്നില്ല, തലപ്പാവ് തുടങ്ങിയെല്ലാം അണിഞ്ഞിരുന്നു. അപ്പം അദ്ദേഹത്തിനെതിരായി വന്ന കൊച്ചിയിലെ ഏറ്റവും പ്രമുഖ മാടമ്പിയായിരുന്ന പാലിയത്തച്ഛൻ, നിങ്ങൾ ആരാണെന്ന് പാലിയത്തച്ഛൻ്റെ വഞ്ചിയിൽ നിന്ന് ആരോ ചോദിച്ചു. അപ്പോൾ ഞാൻ ചാത്തനാണ് എന്ന് മറുപടി കൊടുത്തു. ഇത് അക്കാലത്തെ സംസാര രീതികൾക്കെതിരായിരുന്നു. അടിയെന്നൊക്കെ വച്ചാണ് അന്ന് സംസാരിച്ചിരുന്നത്. ഇതിൽ കുപിതനായ പാലിയത്തച്ഛൻ്റെ ആളുകൾ ചാത്തൻ്റെ തല വെട്ടി. ഇത് തീവ്രമായ ദശകങ്ങൾ നീണ്ടു നിന്ന അമർഷം പുലയ സമുദായത്തിൽ ഉണ്ടായി. ഇത് അമേരിക്കയിലെ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് പറഞ്ഞ് ജോർജ് ഫ്ലോയിഡിനെ, ഒരു നിരപരാധിയായ ജോർജ് ഫ്ലോയിഡിനെ വധിച്ചപ്പോൾ അമേരിക്ക ഒട്ടാകെ കൊടുമ്പിരി കൊണ്ട അതേ വികാരം കൊച്ചിയിലെ പുലയ സമുദായത്തിലുണ്ടായി. ഈ ചാത്തൻ്റെ മകനാണ് കൃഷ്ണാദി. ഒരു രീതിയിൽ പറഞ്ഞാൽ കൃഷ്ണാദിയാണ് കൊച്ചിയുടെ പിതാവ്. കൃഷ്ണാദി കരിങ്കൽ പണി ഏറ്റെടുത്തു. എക്കലടിച്ചു കിടക്കുന്ന കൊച്ചിയിലെ തുരുത്തുകളിൽ കരിങ്കല്ലെത്തിച്ച് ചിറ കെട്ടുക എന്നുള്ളത് ആയിരുന്നു കൃഷ്ണാദിയുടെ പണി. കൃഷ്ണാദി വലിയ ധനികനായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം റോബർട്ട് ബിസ്റ്റോ കൊച്ചി തുറമുഖം നിർമ്മിക്കാൻ വേണ്ടി കൃത്രിമമായിട്ട് ആ വില്ലിംഗ്ടൺ ഐലൻഡ് ഉണ്ടാക്കിയപ്പോൾ അതിലും കരിങ്കൽ പണിയുടെ കോൺട്രാക്റ്റ് കൃഷ്ണാദിക്കായിരുന്നു. എന്നാൽ കൃഷ്ണാദിക്ക് ധാരാളം ഭൂമിയുണ്ടായിരുന്നു,
ആ ഭൂമികളിൽ കൂടി ഈ മുളവുകാട് അവർക്ക് ആവശ്യമുള്ള പോലെ സഞ്ചരിക്കാമായിരുന്നു. അത് കഴിഞ്ഞ് വഞ്ചിയിൽ കയറിയാൽ ഈ കായലിൽ കൂടെയും സഞ്ചരിക്കാമായിരുന്നു. എന്നാൽ എറണാകുളത്തെത്തിയാൽ ആ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. ഇതിന് എതിരായിട്ട് ഒരു സംഘടന, പുലയ മഹാസഭ തുടങ്ങണമെന്നുള്ള വിചാരം കൃഷ്ണാദിക്കും കൂട്ടർക്കുമുണ്ടായി. അവർ പണ്ഡിറ്റ് കറുപ്പനെ ചെന്നുകൊണ്ടു. പണ്ഡിറ്റ് കറുപ്പൻ ധീവര ജാതിയിലെ ഒരു പ്രമുഖ, വളരെ ഉത്കൃഷ്ടമുള്ള ഉൽപ്പതിഷ്ണുവായ പണ്ഡിതനായിരുന്നു. അവർ മറ്റൊരു സവർണ ജാതിയിൽപ്പെട്ട ഉൽപ്പതിഷ്ണുവിനെ ചെന്ന് കാണുകയുണ്ടായി. ടി കെ കൃഷ്ണമേനോൻ. ഇവരെല്ലാം കൂടി ചേർന്ന് ഇവിടെ കൊച്ചി കായലിൽ, കാരണം കരയിൽ സമ്മേളനം നടത്താനുള്ള അനുവാദം അവർക്ക് കിട്ടിയില്ല. അപ്പോൾ കൊച്ചി കായലിൽ 10,000 ചതുരശ്ര അടി എന്നാണ് പിൽക്കാലത്തെ ചരിത്രരേഖകൾ പറഞ്ഞിട്ടുള്ളത്. 10,000 ചതുരശ്ര അടിയോളം വരുന്ന കൊച്ചു വള്ളങ്ങളും അതിന് കുറച്ച് വിട്ടു നിന്നുകൊണ്ട് വേദിയും എന്നാണ് വിവരണങ്ങൾ. ഇതിനെപ്പറ്റി നമുക്ക് ശ്രീ രാംദാസിൻ്റെ പുസ്തകത്തിൽ മറ്റും വളരെ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സമ്മേളനം നടന്നു. ഉടനെ തന്നെ 4-5 മാസം തന്നെ മറ്റൊരു ഉൽപ്പതിഷ്ണുവായ പള്ളിയിലച്ചൻ ഫാദർ ഡൊമിനിക് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ ഈ സമ്മേളനം നടത്താൻ അനുവദിച്ചു. ഇത് കേരളത്തിൻ്റെ വൈക്കം സത്യാഗ്രഹത്തിനും മറ്റും മുമ്പുള്ള കേരളത്തിൻ്റെ സമൂഹ ഘടനയിൽ താഴ്ത്തട്ടിൽ ഉള്ളവരുടെ ആദ്യത്തെ പ്രക്ഷോഭണങ്ങളിൽ വളരെ പ്രമുഖമായ ഒന്നാണ്. ഇതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 100 വർഷം തികഞ്ഞപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടി കൊച്ചിയിലെത്തിയത് അന്നത്തെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. 2013 നരേന്ദ്രമോദി. എന്തും ഏറ്റെടുക്കുക, എല്ലാ പ്രക്ഷോഭണങ്ങളും ഏറ്റെടുക്കുക എന്ന ഒരു അപ്രോപ്രിയേഷൻ എന്ന ഒരു തന്ത്രവുമായി നീങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അതിനുശേഷം ആ അപഭ്രംശങ്ങളൊക്കെ മാറ്റാൻ ചെറായി രാംദാസ്, വിനീൽ പോള്, അതുപോലെ തന്നെ കർമ്മചന്ദ്രൻ തുടങ്ങിയവരുടെ രേഖകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സംക്ഷിപ്ത ചരിത്രം എനിക്ക് മനസ്സിലായത്തോളം. അടുത്തതായി ശ്രീ ചെറായി രാംദാസ്. സുഹൃത്തുക്കളെ, ഈ വേദിയിലിരിക്കുമ്പോൾ 2 തരത്തിൽ ഉള്ള സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന നൂറ്റാണ്ടിനപ്പുറത്ത് നടന്ന കായൽ സമ്മേളനത്തിൻ്റെ വേദി ഇവിടെ നിന്ന് ഒരു വെളിപ്പാടകലെ മിക്കവാറും നമുക്ക് തെക്കുവശം, നമുക്ക് ഇടതുവശം ഉള്ള കായലിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. മറ്റ് ചില സാഹചര്യ തെളിവുകളും വെച്ച് അങ്ങനെയാണ് കരുതാൻ അവകാശമുള്ളത്. മറ്റൊന്ന്, അന്നത്തെ കൊച്ചി നാട്ടുരാജ്യത്തിൽപ്പെട്ട സ്ഥലമാണ്. ഈ കരയിൽ കാലുകുത്താൻ, സമ്മേളനത്തിന് മാത്രമല്ല കാലുകുത്താൻ പോലും അവകാശം ഇല്ലാതിരുന്ന എൻ്റെ പൂർവികർ, നമ്മുടെ പൂർവികർ ഈ കായലിൽ വഞ്ചികളിൽ ഇരുന്ന് ഒരു സംഘടനയെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വന്നു എന്നത് ഭാവനയുടെ രാജകുമാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മാധവൻ സാറിന് പോലും കഴിയുമോ എന്ന് എനിക്കറിയില്ല.
ആ പൂർവികർ അന്ന് അനുഭവിച്ചിരിക്കാനിടയുള്ള മാനസിക വിക്ഷോഭം കരയിലേക്ക് വന്നാൽ മർദ്ദനം, ശിക്ഷ എല്ലാം പ്രതീക്ഷിച്ചിട്ട് വേണം കായലിലെ വള്ളങ്ങളിൽ, വഞ്ചികളിൽ കൂടിയിരുന്ന് ഒരു സംഘടനാ രൂപവൽക്കരണത്തിൻ്റെ ചർച്ച നടത്തിയിട്ടുണ്ടാവുക. അവരുടെ മാനസിക വിക്ഷോഭം ചിന്തിക്കാൻ പോലും കഴിയില്ല നമുക്ക്. നമ്മൾ ആരുടെയും അനുവാദമില്ലാതെ ഈ കരയിൽ വരുന്നു, സഞ്ചരിക്കുന്നു, ഒരു ചർച്ച പോലും നടത്തുന്നു. ഇപ്പോൾ ഇതല്ലല്ലോ നൂറ്റാണ്ട് മുൻപുള്ള 112 കൊല്ലം മുൻപുള്ള എറണാകുളത്തിൻ്റെ അവസ്ഥ. അന്ന് ഈ കൊച്ചിയുടെ ഈ പ്രദേശത്തെ വളഞ്ഞ് നിന്നിരുന്ന പഴയ തിരുവിതാംകൂറിൻ്റെ 3 അതിർത്തികളും ഈ കൊച്ചിക്കുണ്ട്. ആ തിരുവിതാംകൂറിൽ അന്ന് ഇതേ കാലത്ത് എന്ത് സംഭവിച്ചിരുന്നു എന്നൊരു അന്വേഷണവും ഇതിനോടനുബന്ധിച്ച് ഞാൻ എളിയ രീതിയിൽ നടത്തിയിരുന്നു. ആ അന്വേഷണത്തിൻ്റെ പൂർത്തീകരണം വലിയൊരു പുസ്തകമായി അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും എന്ന സന്തോഷം കൂടി എൻ്റെ സുഹൃത്തുക്കളുടെ മുന്നിലേക്ക് വയ്ക്കുന്നു. അയ്യൻകാളി പ്രസ്ഥാനം രേഖകളിലൂടെ എന്നാണ് അതിൻ്റെ പേര്. 2 വോള്യം വരുന്ന പുസ്തകം DC ബുക്സാണ് പുറത്തിറങ്ങുന്നത്. അങ്ങനെ വൈകാരികമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. മാധവൻ സാർ വളരെ സമഗ്രമായി എന്ന നിലയ്ക്ക് തന്നെ ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. കൃഷ്ണേദി എന്ന നായകൻ്റെ ചിത്രം നമ്മുടെ ശ്രദ്ധയിലേക്ക് അദ്ദേഹം വളരെ ശക്തിയോടെ കടത്തിവിടുകയും ചെയ്തു. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് 913 ഏപ്രിൽ 21 നമ്മുടെ ഒരു വെളിപ്പാടകലെ വള്ളങ്ങളിൽ, വഞ്ചികളിൽ നമ്മുടെ പൂർവികർ ശ്രീ കൃഷ്ണേദിയുടെയും കറുപ്പൻ മാഷിൻ്റെയും മറ്റും നേതൃത്വത്തിൽ ഒരു കായൽ സമ്മേളനം നടത്തിയിട്ടുണ്ടാവുക. ആ സമ്മേളനത്തിൻ്റെ ശേഷിച്ചിരിക്കുന്ന ഒരേ ഒരു ആധികാരിക രേഖ ഈ കായലിൻ്റെ നമ്മളിരിക്കുന്ന ഈ വേദിയുടെ തൊട്ട് തെക്കുവശത്തുണ്ടായിരുന്ന TK കൃഷ്ണമേനോൻ്റെ വീടിൻ്റെ മുൻവശത്ത് ആണ് ഈ ആളുകൾ വന്നിറങ്ങിയത് എന്ന് അദ്ദേഹം സ്വന്തം ഡയറിയിൽ എഴുതി വച്ചിരുന്നു. അത് അദ്ദേഹം പിൽക്കാലത്ത് 3-3.5 പതിറ്റാണ്ടിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മകഥയായി പുറത്തിറക്കിയപ്പോൾ ആ ഒരു വരി അതിലുണ്ട്. 21/4/1913 അന്ന് എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള നികത്ത് ഭൂമിയിൽ 100ഓളം പുലയർ വന്നിറങ്ങി. ഈ ഒരു വാചകമാണ് നമ്മളിന്ന് അനുസ്മരിക്കുന്ന കായൽ സമ്മേളനത്തിൻ്റേതായി ഒരു ചരിത്രരേഖ എന്ന നിലയ്ക്ക്, ഏകരേഖ എന്ന നിലയ്ക്ക് നമുക്ക് മുന്നിലുള്ളത്. പിന്നെ ഉള്ളത് ഈ കായൽ യോഗത്തിന് നേതൃത്വം കൊടുത്തവരിൽ ഒരാളായ പണ്ഡിറ്റ് കറുപ്പൻ്റെ ശിഷ്യയായിരുന്ന തപസ്സിനി അമ്മയുടെ അനുസ്മരണത്തിലാണുള്ളത്. ഒരേ ഒരു അനുസ്മരണമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇതിൻ്റെ സംഘാടകരിൽ നിന്ന് നേരിട്ട് പകർന്നു കിട്ടിയ അറിവുകൾ ആ മഹതി 952 ഒരു സോവനീറിൽ എഴുതിയിട്ടുണ്ട്. ഈ കായലിലുണ്ടായിരുന്ന വിളക്കുകാലിൽ വഞ്ചികൾ കൂട്ടിക്കെട്ടി അതിലിരുന്ന് ആലോചിച്ച് വേണമായിരുന്നു ഒരു സംഘടനയെക്കുറിച്ച് ചിന്തിക്കാൻ അക്കാലത്ത്. അന്നങ്ങനെ വേണ്ടി വന്നു എന്നാണ് തപസ്വിനി അമ്മ എഴുതിയിരിക്കുന്നത്. ഈ 2 ആദ്യ വിവര സ്രോതസ്സുകളുമാണ് പിന്നീട് ഇതിൻ്റെ ചരിത്രം തേടിപ്പോകാൻ നമുക്ക് വഴികാട്ടികളായത്. ആ സമ്മേളനത്തിന് ശേഷം ഈ സമ്മേളനം നടത്തിയതിൽ നേതൃത്വം വഹിച്ച കറുപ്പൻ മാഷ് പക്ഷേ ഒരു വാക്കുകൊണ്ട് പോലും ഈ കായൽ സമ്മേളനത്തിനെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ സൂചിപ്പിച്ചതായി കാണുന്നില്ല. ഒരുപക്ഷെ ആ സമയത്ത് അദ്ദേഹം എറണാകുളത്തെ സവർണ വിദ്യാർത്ഥിനികളുടെ സ്കൂളിലെ അധ്യാപകൻ, സർക്കാർ ജീവനക്കാരൻ ആയിരുന്നത് കൊണ്ടാകാം എന്ന് ഞാൻ ഊഹിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശിഷ്യയാണ് നമുക്ക് ആ ചരിത്ര സംഭവം അവരുടെ ഓർമ്മയിൽ നിന്ന് പിൽക്കാലത്ത് എഴുതി വച്ചിട്ടുള്ളത്. നമ്മളറിയുന്ന ഈ അനുസ്മരിക്കുന്ന കായൽ സമ്മേളനത്തിൻ്റെ 35 ദിവസം കഴിഞ്ഞപ്പോഴുള്ള ഔപചാരിക സമ്മേളനം എറണാകുളം സെൻറ്റ് ആൽബർട്ട്സ് സ്കൂൾ വളപ്പിൽ
നടത്തിയ വിപുലമായ 2000-ഓളം ആളുകൾ പങ്കെടുത്തു എന്ന് പത്രങ്ങൾ പറയുന്ന ആ വിപുലമായ സമ്മേളനമാണ് നമ്മുടെ മുന്നിലുള്ള പുലയരുടെ ആദ്യത്തെ സമ്മേളനം. ഈ കായൽ സമ്മേളനം എന്നത് നേരത്തെ സൂചിപ്പിച്ച 2 പരാമർശങ്ങളിൽ ഒതുങ്ങുന്നു. ഞാൻ ആലോചിക്കുന്നത്, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ 112-ാം വർഷത്തിലാണ് നിൽക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ മോഡറേറ്റർ പറഞ്ഞതുപോലെ 2004 എങ്കിലും വളരെ വിപുലമായി ഈ സമ്മേളനത്തെക്കുറിച്ചുള്ള ഒരെഴുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മലയാള സാംസ്കാരിക പത്രത്തിൽ 2 ലക്കങ്ങളിലായി വന്നു കഴിഞ്ഞു 21 കൊല്ലം മുൻപ്. അത് ഈ നാടിനെ ഏറ്റെടുക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ചരിത്ര കാര്യങ്ങളിൽ ബഹുമാനവും ആദരവും ഉള്ള ഒരു ജനതയായിരുന്നെങ്കിൽ, എൻ്റെ കൃതി എന്ന നിലയ്ക്കല്ല ഞാൻ പറയുന്നത്, അത്ര വിപുലമായി പരിചയപ്പെടുത്തിയ ആ സമ്മേളനത്തെ, നമ്മുടെ പൂർവികർ നടന്നു നീങ്ങിയ ദുരിത വഴികളുടെ ആ രേഖാചിത്രത്തെ ഏറ്റെടുത്ത് നമ്മൾ ഇന്ന് സമ്മേളിച്ചിരിക്കുന്ന ഈ പാർക്കിന് ആ കായൽ സമ്മേളനത്തിൻ്റെയും പിൽക്കാല ദളിത് മുന്നേറ്റത്തിൻ്റെയും നായകരിൽ ഒരാളായ കറുപ്പൻ മാഷിൻ്റെ പേര് നൽകുമായിരുന്നില്ലേ എന്നാണ് എൻ്റെ സംശയം. മാഷിന് ഈ പാർക്കുമായി മറ്റൊരു ബന്ധം കൂടിയുണ്ട്. ഈ കായൽ സമ്മേളനത്തിന് ശേഷം ഒരു വ്യാഴവട്ടം കഴിഞ്ഞപ്പോൾ മാഷിനെ അപമാനിച്ച ഒരു സംഭവം ഈ പാർക്കിലാണ് നടക്കുന്നത്. പ്രശസ്തനായ ആ കവിയെ സർക്കാർ ഉദ്യോഗസ്ഥൻ, സർക്കാർ അധ്യാപകൻ, അടിത്തട്ട് സമൂഹത്തിൻ്റെ ബഹുമാന്യനായ ആ നായകൻ, അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാതെയാണ് 1925 ഈ പാർക്കിൽ വെച്ച് ബ്രിട്ടീഷ് ഗവർണർക്ക് സ്വീകരണം കൊടുക്കുന്നത്. അതിൻ്റെ ക്ഷോഭം അദ്ദേഹം ഉദ്യാന വിരുന്ന് എന്ന തീവ്ര ശക്തിയുള്ള ഒരു കവിതയിലൂടെ നാടിൻ്റെയും നമ്മുടെയും മുന്നിലേക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ സ്വന്തം നിലയ്ക്ക് തന്നെ പീഡനമേറ്റുവാങ്ങിയ ആ സാംസ്കാരിക നായകൻ്റെ പേര് ഈ പാർക്കിന് കൊടുക്കുമായിരുന്നില്ലേ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. മറിച്ച് ഉണ്ടായത് നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. എല്ലാവരും ഇന്ന് നമ്മൾ എതിർക്കുന്നത് ഒരു ബ്രാഹ്മണ്യ അല്ലെങ്കിൽ ഒരു അപ്പാർത്തേഡിൻ്റെ ഒക്കെ പ്രചാരകരായിട്ടുള്ള ഒരു കൂട്ടരുടെ ഭരണത്തെയാണ്. ഈ കായൽ സമ്മേളനം കഴിഞ്ഞ് തൊട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ യൂറോപ്പിൽ നേതൃത്വത്തിൽ വന്നത് ഇന്ന് നമ്മൾ എതിർക്കുന്ന ഈ അപ്പാർത്തേഡിൻ്റെ നായകനായിട്ടുള്ള ഹിറ്റ്ലറെയാണ്. ആ ഹിറ്റ്ലറുമായി ചങ്ങാത്തമുള്ള ഒരാളുടെ പേരുള്ള പാർക്കിലാണ്, സങ്കടകരമായി പറയട്ടെ, ഇവിടെ നമ്മൾ സമ്മേളിച്ചിരിക്കുന്നത്. ഈ പാർക്കിന് വേണ്ടിയിരുന്നത് പണ്ഡിറ്റ് കറുപ്പൻ്റെയോ കൃഷ്ണേരി ആശാൻ്റെയോ പേരായിരുന്നു. ചരിത്രത്തോടൊരു നീതി പുലർത്തുമായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ജനതയായിരുന്നു നമ്മളെങ്കിൽ. ഇവിടെ മാത്രമല്ല, റോഡിന് കിഴക്ക് വശവും ഈ അനീതി സംഭവിച്ചിട്ടുണ്ട്. ഈ കായൽ സമ്മേളനത്തിൻ്റെ പുത്രി അല്ലെങ്കിൽ അതിൻ്റെ പിൽക്കാല മുന്നേറ്റം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീമതി ദാക്ഷായണി വേലായുധൻ്റെ രംഗപ്രവേശം നമുക്കറിയാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദലിത് വനിത, കൊച്ചി നിയമസഭയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നിയമനിർമ്മാണ സഭയിലെ ആദ്യത്തെ ദലിത് വനിത. അതുമാത്രമല്ല, ഈ റോഡിൻ്റെ കിഴക്ക് വശത്തെ പ്രശസ്തമായ കലാലയത്തിൽ നിന്ന് ജാതി പീഡനം ഏറ്റുവാങ്ങിയ മഹതിയാണ്. ആ മഹതിയുടെ ഇളയച്ചനാണ് കൃഷ്ണേരിയാസൻ. അപ്പോൾ കായൽ സമ്മേളനം ഉണ്ടാക്കിയ ഉണർവിൽ നിന്ന് പുറത്തു വന്ന തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധിയാണ് ദാക്ഷായണി വേലായുധൻ. ആ മഹതിക്ക് ഈ മഹാരാജാസ് കോളേജിൽ ഡിഗ്രി പഠനകാലത്ത് അയിത്ത പീഡനം ഏൽക്കേണ്ടി വന്നു എന്ന് അവർ അവരുടെ ആത്മകഥയിൽ എഴുതി വച്ചിരിക്കുന്നു. കെമിസ്ട്രി ബിരുദ ഐച്ഛികമായിട്ട് എടുത്ത് പഠിച്ച അവർക്ക് ലബോറട്ടറിയിൽ അകലെ മാറി നിന്ന് വേണം ഈ പരീക്ഷണങ്ങൾ കാണാൻ. അപ്പോൾ എല്ലാ നിലയ്ക്കും ഈ കായൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങളുടെ നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഈ നമ്മളുൾപ്പെടുന്ന പുതിയ തലമുറയ്ക്ക് ആഹ്ലാദം കൊടുക്കുന്ന തരത്തിൽ ഒരു സ്മാരകത്തിലേക്ക് മാറ്റാനുള്ള സന്മനസ് നമ്മുടെ അധികാരികൾക്കില്ലാതെ പോയി എന്ന സങ്കടത്തോടെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എങ്കിലും മനോരമ ഹോർത്തൂസും
നമ്മുടെ ബഹുമാന്യനായ മാധവൻ സാറും ഈ വിഷയം ഒരു ചർച്ചയ്ക്ക് ഉള്ള വിഷയമാക്കി മാറ്റിയതിലുള്ള വലിയ നന്ദി ഞാനിവിടെ പ്രകടിപ്പിച്ചുകൊള്ളുന്നു. എനിക്കിതിൽ പങ്കെടുക്കാൻ അവസരം തന്ന സംഘാടകരോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഡോക്ടർ വിനിൽ പോൾ. എല്ലാവർക്കും നമസ്കാരം. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ കായൽ സമ്മേളനത്തെ നോക്കിക്കാണുമ്പം എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു കാരണം, എന്തുകൊണ്ട് കായൽ സമ്മേളനം എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരവുള്ളൂ, വളരെ കൃത്യമായിട്ട്. ഒരു മനുസ്മൃതി സംസ്കാരം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിന്നുകൊണ്ടാണ് കായൽ സമ്മേളനം നടത്തേണ്ടി വന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന നിലയിൽ ഞാൻ ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നൊരു ചോദ്യം, എന്തുകൊണ്ടാണ് കൃഷ്ണാദി ആശാനെ കേരളത്തിൻ്റെ ചരിത്രരചനയിലും കേരളത്തിൻ്റെ പൊതുസമൂഹങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സ്മരിക്കാതിരുന്നത് എന്നൊരു ചോദ്യത്തിൻ്റെ മറുപടി എന്ന് പറഞ്ഞ് എൻ്റെ ഒരു നിരീക്ഷണം, അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ കാരണം. അപ്പോൾ അതായത് അന്ന് വരെ അദ്ദേഹം ചെയ്ത, അല്ലെങ്കിൽ കൃഷ്ണാദി ആശാൻ്റെ ആ ഒരു പ്രക്രിയ, ഇപ്പം അതിൻ്റെ എല്ലാവിധ ഒരു റവല്യൂഷൻ എന്നുള്ള രീതിയിലൊക്കെയാണ് പല രീതിയിൽ ആളുകൾ കാണുന്നതെങ്കിലും അതെല്ലാം തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ എന്ന നിലയ്ക്കാണ് നമ്മുടെ ഈ ചരിത്രകാരന്മാരോ അല്ലെങ്കിൽ പൊതുസമൂഹവും പരിഗണിക്കുന്നത്. കാര്യം, ഇന്ത്യയിലുള്ള ആളുകൾ ഒരു തീവ്ര ഹിന്ദുത്വ സങ്കല്പത്തിൽ തന്നെ നമ്മളെല്ലാം ഉൾപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിൽ മറ്റൊരു മതത്തിലേക്ക് സ്വീകരിക്കുന്നത് അതൊരിക്കലും ഒരു റവല്യൂഷണറി പദ്ധതിയല്ല എന്നുള്ളൊരു മനോഭാവത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് രണ്ടൊരു പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇതിനെ വിസ്മരിക്കപ്പെടുന്നതിനുള്ളൊരു കാരണമെന്ന നിലയ്ക്കാണ് ഞാൻ കാണുന്നത്. അപ്പം ഒരു 1913 എന്നുള്ളൊരു വർഷം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വർഷമായിട്ടാണ് എന്നെ സംബന്ധിച്ച് തോന്നുന്നത്. നമ്മൾ പല വ്യത്യസ്തമായ സംഭവങ്ങളുമൊക്കെ ആ സമയത്ത് കാണുന്നുണ്ട്. ഒന്ന്, ഇവിടെ കായൽ സമ്മേളനത്തിൻ്റെ ഒരു അനുഭവം കാണുന്നു. തിരുവിതാംകൂറിൻ്റെ ഒരു ഹിസ്റ്ററിയിലാണെങ്കിൽ ഈ 1912 അയ്യങ്കാളി നിയമസഭ അംഗമായി വരുന്നു. 1913 തിരുവിതാംകൂറിൽ ആദ്യമായിട്ടൊരു പുലയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ സബ് ഇൻസ്പെക്ടർ ആകുന്നതിനെക്കുറിച്ച് നമ്മൾ തെളിവുകൾ കാണുന്നത്. അപ്പോൾ അത് ഭയങ്കര അത്ഭുതമാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് നമുക്ക് അറിവില്ല. ഒരുപക്ഷെ ചെറായി സാറ് എൻ്റെ അന്വേഷണത്തിലേക്ക് കൂടുതൽ കണ്ടെന്ന് ഇരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം 1913 പുലയനായിട്ടുള്ള ഒരാളെ സബ് ഇൻസ്പെക്ടർ ആക്കാൻ നിയമിക്കുന്നു. അദ്ദേഹത്തിനെ കേരളത്തിലോ അല്ലെങ്കിൽ ഈ വരുന്ന കൊച്ചിയിലും തിരുവിതാംകൂർ വരുന്ന പ്രദേശങ്ങളിൽ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തെ കോയമ്പത്തൂർ വീട്ടിലാണ് ട്രെയിനിങ് നടത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ 1913 കേരളത്തിലെ ആദ്യത്തെ കോളേജായ CMS കോളേജിൽ ദളിതരായിട്ടുള്ള ആളുകൾ പഠിക്കാൻ ചെല്ലുന്നത്. അവർക്ക് അഡ്മിഷൻ കൊടുക്കുന്ന 1913. അതേപോലെ 1913 പെൺകുട്ടികൾക്ക് കോളേജിൽ അഡ്മിഷൻ കൊടുക്കുന്ന ഒരു നിമിഷവും നമ്മൾ കാണും. അപ്പം ഇങ്ങനത്തെ കുറേ മാറ്റങ്ങൾ, അതായത് നമ്മളിതിനെ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു സാഹചര്യം മൊത്തത്തിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് അടിമത്തവും മറ്റു പല പ്രതിസന്ധികളുമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള ചിന്തകളും അല്ലെങ്കിൽ പൗരൻ എന്നുള്ളൊരു സങ്കല്പവും അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന ഒരു സങ്കല്പമൊക്കെ ആളുകൾക്ക് ഉണ്ടായി വന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ കൊളോണിയൽ ആധുനികതയുടെയൊക്കെ പരിസരത്തിൽ നിന്നുകൊണ്ടാണ് അതിനെ വിശദമാക്കുന്നത്. അപ്പോൾ കൊച്ചിയിലേക്ക് തന്നെ വീണ്ടും വരുമ്പം കൊച്ചി ആകെ കുഴപ്പം പിടിച്ചൊരു സ്ഥലം തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. നമ്മുടെ ഈ ഡിസ്കഷൻ്റെ ടോപ്പിക് കടലിന് ജാതിയില്ല എന്ന ഒരു ടൈറ്റിൽ പോലെ തന്നെയാണ് നമ്മൾ ഈ കേരളത്തിൻ്റെ ഒരു സ്ലേവറിയുടെ കൊച്ചിയുമായി ബന്ധപ്പെട്ട അടിമക്കച്ചവടത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോഴും അവിടെ നമ്മൾ ജാതിയെ കാണുന്നില്ല. കൊച്ചിയുമായി ബന്ധപ്പെട്ട് പുതിയ പഠനങ്ങൾ സമീപ സമയത്ത് കൊച്ചിയെ കേന്ദ്ര സ്ഥാനത്ത് നിർത്തിക്കൊണ്ടുണ്ടായ പഠനങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ മലയാളികളുടെ ഒരു പൊതുബോധം അസ്വസ്ഥപ്പെടുന്ന ഒരു കാര്യമാണ്. കാര്യം, നമ്മളെ സംബന്ധിച്ച് നമ്മൾക്കുണ്ടായിരുന്നൊരു കാര്യം, കേരളത്തിൽ അടിമജാതികളെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. പുലയര്, പറയര്, കുറവര്, കണക്കരൊക്കെ പോലുള്ള ആളുകളായിരുന്നു. അവരെ മാത്രമാണ് വിറ്റിരുന്നത് എന്നൊരു ചിന്തയായിരുന്നു നമ്മൾക്കെല്ലാം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സാമ്പ്രദായിക ചരിത്രരചനയിൽ ആ ഒരു രീതി അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തെ മാത്രമാണ് ഈ വിറ്റിരുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അടിമകളായി വിറ്റിരുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നത്. എന്നാൽ കൊച്ചിയെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ, പ്രത്യേകിച്ച് നെതർലൻഡിലെ പല പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതരുടെയൊക്കെ പഠനങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കൊച്ചിയിലെ നമ്മളിരിക്കുന്ന തൊട്ട് അടുത്തുള്ള ആർക്കൈവ്സിൽ നിന്ന് അവർ കണ്ടെടുത്ത രേഖകളൊക്കെ പരിശോധിച്ചാൽ ഇവിടുന്ന് നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മറ്റു പല ജാതിയിൽപ്പെട്ട ആളുകളെയും കടൽ കടത്തി അടിമകളായി വിറ്റതിൻ്റെ ഒരു കാഴ്ചയും നമ്മൾ കാണുന്നു. അപ്പോൾ അടിമക്കച്ചവടത്തെ സംബന്ധിച്ചും കൊച്ചി ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയായിരുന്നു. ഒരു ആഗോള അടിമക്കച്ചവടത്തിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോഴും കൊച്ചി ഒരു പ്രധാനപ്പെട്ട ഇടം തന്നെയാണ്. ഇവിടെ നിരവധി ആളുകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കൃഷ്ണാദി ആശാനൊക്കെ വരുന്ന ആ ഒരു മുളവുകാട് പോലുള്ള പ്രദേശങ്ങളുടെ മറ്റൊരു
ഹിസ്റ്ററി നമ്മൾ കാണുന്നത്. ഈ പോർച്ചുഗീസുകാർ വരുന്നു, അതിനുശേഷം ഫ്രാൻസിസ് സേവറിനെ പോലുള്ള ആളുകളൊക്കെ വരുന്നതോടുകൂടി കോസ്റ്റൽ ഏരിയയിൽ നിന്ന് വലിയ തോതിൽ ആളുകൾ ക്രിസ്തുമതം സ്വീകരിക്കുന്നു. അതേ സമയത്ത് തന്നെ 1550-കളിൽ തന്നെ ഇവിടെ മുളവുകാട് ഈ വരുന്ന സമീപത്തുള്ള ഐലൻഡുകളിൽ നിന്നുള്ള പുലയരായിട്ടുള്ള ആളുകളെ ക്രിസ്തുമതം സ്വീകരിപ്പിക്കുന്നതായിട്ട് കാണുന്നു, കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അവരുടെ ഒരു ചരിത്രം രസകരമാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ശനിയാഴ്ചയാണ് അവർക്ക് ആരാധനയ്ക്ക് അനുവാദമൊക്കെ കൊടുത്തിരിക്കുന്നത്. അവരുടെ കുട്ടികളെ വൈകുന്നേരങ്ങളിൽ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കുന്നു. അതുപോലെ ക്രിസ്മസാണ് ഏറ്റവും രസകരം. എല്ലാവരും ക്രിസ്മസ് 25-ാം തീയതി ആഘോഷിക്കുമ്പം പുലയരായിട്ടുള്ള ക്രിസ്ത്യാനികൾ 26-ാം തീയതി ക്രിസ്മസ് ആഘോഷിക്കുന്നു. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ്റെയും അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹിസ്റ്ററി കാണുന്നൊരു പ്രദേശം തന്നെയാണ് കൊച്ചി എന്നുള്ളത്. അത് ഒരു 16-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ കാണും. ഇപ്പോൾ ഈ സമീപ സമയത്ത് വന്ന മറ്റൊരു പ്രധാന പഠനമുണ്ട്, ഈ ടെസ്റ്റിമോണീസ് ഓഫ് എൻസ്ലേവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു വർക്ക് വരുന്നു. അപ്പോൾ അത് കൊച്ചിയിലെ ഈ കോടതി വ്യവഹാരങ്ങളെ വെച്ച് നടത്തിയ പഠനമാണ്. അപ്പോൾ ഈ കോടതി വ്യവഹാരങ്ങളിൽ വന്ന ഈ ഡച്ചുകാരുടെ കോടതി വ്യവഹാരങ്ങളിൽ വന്ന അടിമക്കച്ചവടവും അതിൻ്റെ സംബന്ധമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിൽ അവർ നോക്കുന്നത് ഇവിടെ നിന്ന് ഒളിച്ചോടിപ്പോകാൻ ശ്രമിച്ച ആളുകളെക്കുറിച്ച് മാത്രമാണ്. ഈ കൊച്ചി രാജ്യത്തിൽ ഈ ഒളിച്ചോടിപ്പോയ അടിമകളുടെ ലൈഫ് എങ്ങനെയാണ്, അവരുടെ ചരിത്രം എങ്ങനെയാണ് തുടങ്ങിയതിനെക്കുറിച്ചൊക്കെയാണ് അത് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സ്ത്രീകൾ ഒളിച്ചോടുന്നതിനെക്കുറിച്ച് കാണുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ആളുകൾ ഒളിച്ചോടിപ്പോകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കൊച്ചിയെ കാണുന്നുണ്ട്. പിന്നീട് കൊച്ചിയിൽ നമ്മളിങ്ങനെ വരുമ്പോഴത്തേനും ഇതുപോലെ തന്നെ, അതായത് തിരുവിതാംകൂറിലെ മറ്റ് ഇടങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വ്യത്യസ്ത ഒരു സാമൂഹ്യ അനുഭവം ഒരേ സമയം കാണുന്നുമുണ്ട്. ഇപ്പം ഈ ആദ്യമായിട്ട് നമുക്കൊരു ദളിത് ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി എന്നുള്ള നിലയിൽ നമുക്ക് കിട്ടുന്നത് കൊർണലിയോസ് ഹട്ടൻ എന്ന് പറഞ്ഞ ഒരു ബാസൽ മിഷൻ സൊസൈറ്റിയിലൊക്കെ അംഗമായിട്ടുള്ള ഒരു പുലയനായിട്ടുള്ള ഒരാളുടെ ആത്മകഥയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് മലയാള മിത്രം എന്ന് പറഞ്ഞൊരു മാസികയിലാണ് 1884 എനിക്ക് തോന്നുന്നു അച്ചടിക്കുന്നത്, കോട്ടയം CMS പ്രസിൽ നിന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ആത്മകഥ വിവരിക്കുന്നുണ്ട്. ഞാനൊരു പുലയ സമുദായാംഗമാണ്, സ്വദേശം ചാലക്കുടിയായിരുന്നു. ചാലക്കുടിയിൽ നിന്ന് അടിമഭാരം മൂലം ഞങ്ങൾ കൊച്ചിയിലേക്ക് കുടിയേറിയ സമയത്താണ് വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു സായിപ്പനാലാണ് ഞങ്ങൾ ക്രിസ്തുമതമൊക്കെ സ്വീകരിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ ചർച്ച് മിഷൻ്റെ പ്രധാനപ്പെട്ട പള്ളിക്കൂടങ്ങളിലൊന്നും പുലയരെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളൊരു കാരണത്തിൽ എന്നെ അങ്ങോട്ട് പഠിപ്പിക്കാൻ വിടുന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പറയുന്നത്. വലിയ രീതിയിലല്ല, ആകെ ഒരു പേജൊക്കെ ഉള്ളൂ നമുക്ക് കിട്ടുന്നുള്ളൂ അതിനെ സംബന്ധിച്ചൊക്കെ. അതുപോലെ ഈ തിരുവിതാംകൂറിൽ കാണുന്ന മറ്റ് പല കാഴ്ചകൾ, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ തിരുവിതാംകൂറിൽ കാണുന്ന നിയമസഭാ അംഗങ്ങൾ എന്നുള്ള നിലയിൽ നമ്മൾ കാണുമ്പോൾ അയ്യങ്കാളിനെയും പാമ്പാടി ജോൺ ജോസഫ്, പൊയ്കലപ്പച്ചനൊക്കെ പല ആളുകളെ കാണും. അവരെല്ലാം ഭയങ്കര ഒരു ഫിഗർ, അല്ലെങ്കിൽ അവരെല്ലാം ഭയങ്കരമായി എതിർക്കുന്ന കുറേ മനുഷ്യർ, അവരെയൊക്കെ കുറേ പേര് ഭയപ്പെട്ടിരുന്നു എന്നുള്ളൊരു കാഴ്ചയുണ്ട്. എന്നാലും കൊച്ചി രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ വേറെ. അവിടെ ഒരു റിവേഴ്സ് ഗിയറിലാണ് കൊച്ചി പോകുന്നത്. കൊച്ചിയിലൊരു പ്രധാനപ്പെട്ട ആളാണ് ചാഞ്ചൻ എന്ന് പറഞ്ഞൊരാളാണ് ആദ്യമായിട്ട് ഈ നിയമസഭയിൽ അംഗം വന്നത്, കൊച്ചി നിയമസഭയിൽ വന്നു. അതിനുശേഷം KP വള്ളോനൊക്കെ വരുന്നു. അപ്പോൾ ഈ ചാഞ്ചൻ്റെ ഒരു പ്രശ്നം, ഈ പാമ്പാടി ജോൺ ജോസഫ് എന്ന് പറഞ്ഞ അദ്ദേഹവും വേറെ ഒരു പ്രധാനപ്പെട്ട ഒരാളും കൂടെ ഒരു പത്രം നടന്നു, ചേരമർ ദൂതൻ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ കേരളത്തിലും കൊച്ചിയിലും തിരുവിതാംകൂറിലൊക്കെ നടക്കുന്ന പല പല വാർത്തകളൊക്കെ, ദളിതരായിട്ടുള്ള ആളുകളുടെയൊക്കെ വാർത്തകൾ, ചെറിയ വാർത്തകൾ, ഇപ്പം ഒരു പുലയനെ ബസ് ഇടിച്ചു എന്നൊക്കെ പറയുന്ന ഒരു വാർത്തയായിട്ടൊക്കെ അവർ കൊടുക്കും. മാന്നാനം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു പുലയനെ ബസ് ഇടിച്ചു, ഇതൊരു വാർത്തയാണ്. അപ്പോൾ ഇങ്ങനെ പല സംഭവങ്ങളൊക്കെ അവർ കൊടുക്കാറുണ്ട് ഈ പത്രങ്ങളിൽ. അപ്പം അതിൽ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഈ ചാഞ്ചൻ വഴി കൂടെ നടന്നു പോകുമ്പോൾ, കൊച്ചി രാജ്യത്തിൽ നടന്നു പോകുമ്പോൾ ഈ ഏറ്റവും താഴെത്തട്ടിലുള്ള പോലീസുകാർ, ഏറ്റവും റാങ്ക് കുറഞ്ഞ പോലീസുകാർ ഒരു കാരണമില്ലാതെ ഇങ്ങനെ കല്ല് വെച്ചെറിയുക, ഉപദ്രവിക്കുക, തല്ലുക ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ നമുക്ക് പ്രതിഷേധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പാമ്പാടി ജോൺ ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘമൊക്കെ രൂപപ്പെടുന്നൊക്കെയാണ്. അപ്പം അതായത് ഇത്രത്തോളം നിയമസഭയിലൊക്കെ സംസാരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഏറ്റവും ഭീകരമായിട്ടുള്ള നിയമസഭാ സംഭാഷണങ്ങൾ നടന്നതും കൊച്ചി രാജ്യത്തിൻ്റെ തന്നെയാണ്. ഈ ചെറായി സാറിൻ്റെ KP വള്ളം നിയമസഭയിൽ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഒരു സ്വാരിസ് എന്ന് പറഞ്ഞൊരു ലേഡിയുടെ ഒരു പ്രസ്താവനയുണ്ട്. ഈ കൊച്ചി രാജ്യത്ത് പുലയരെ പള്ളിക്കൂടത്തിൽ കയറ്റുമ്പം അതിനെതിരായിട്ട് പറയുന്നൊരു നിരീക്ഷണമുണ്ട്. ഈ പന്നിയോടും കൂടെ അല്ല എങ്ങനെ പശുവും നിന്ന് കഴിഞ്ഞാൽ അമേദ്യം ഭക്ഷിക്കും എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. എന്തോ ഒരു ഗണിതശാസ്ത്ര അധ്യാപികയൊക്കെയാണ് പുള്ളിക്കാരി. അപ്പം ഇവിടെ ഒരു വല്ലാത്തൊരു രീതിയിലാണ് കൊച്ചി രാജ്യത്തെ സംബന്ധിച്ചുള്ള ഇവരുടെ അടുത്ത ഒരു പുലയരായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ ലോവർ കാസ്റ്റിൽപ്പെട്ട ആളുകളുടെയൊക്കെ ഒരു ലൈഫും കാര്യങ്ങളെല്ലാം വല്ലാത്തൊരു രീതിയിലാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അതേസമയം KP വള്ളോനെ പോലുള്ള ആളുകളുടെ വരവോടുകൂടി ഈ കോളേജിനെ കുറിച്ചുള്ള ആലോചനകൾ വരുന്നു, കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളൊരു ആലോചനകൾ വരുന്നു. അങ്ങനെ പല രീതിയിൽ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കൃഷ്ണാദി ആശാൻ വേറൊരു റൂളും കൂടി ഉണ്ട്, അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഈ കൃഷ്ണാദി ആശാനെ പിന്നീട് നമ്മൾ വേറൊരു കോണ്ടക്സ്റ്റിൽ കാണുന്നത് ഈ പാമ്പാടി ജോൺ ജോസഫ് എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരാളുണ്ടായിരുന്നു, തിരുവിതാംകൂറിലെ ഒരു നിയമസഭാ അംഗമൊക്കെ ആയിരുന്നു. അദ്ദേഹം ചേരമർ സംഘം എന്നൊക്കെ പറഞ്ഞൊരു സംഘമൊക്കെ രൂപീകരിക്കുന്നുണ്ട്.
ചെറിയൊരു മൂവ്മെൻ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹം മുൻപോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട ആശയം ഈ പുലയരെന്ന് പറഞ്ഞൊരു വാക്ക്, അത് തിരുവിതാംകൂറിൽ ആ ഒരു സമയത്ത് എല്ലാ ജാതികളും അവരുടെ ആദ്യ സമയങ്ങളിലുള്ള ജാതി നാമങ്ങൾ മാറ്റി പുതിയ പേരുകൾ സ്വീകരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതിൽ ഇദ്ദേഹം ഒരു വാദം മുന്നോട്ട് വെക്കുകയാണ്. പുലയരെന്നുള്ളൊരു പേര് നമുക്ക് ഭയങ്കര പ്രശ്നം പിടിച്ചാണ്, നമ്മുടെ അടിമത്തത്തിൻ്റെയൊക്കെ സമയത്തെയാണ്. അതുകൊണ്ട് നമുക്ക് അത് ഉപയോഗിക്കണം. നമ്മൾ ചേരമർ എന്നുള്ളൊരു പദമാണ് ഉപയോഗിക്കുന്നത്. ചേരമൻ പെരുമാൾ നമ്മുടെയൊക്കെയാണ്. അതുകൊണ്ട് ആ ചേരമൻ എന്നുള്ളൊരു ടേം ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ചേരമർ സംഘമൊക്കെ രൂപീകരിക്കുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആളുകളെ പ്രസംഗിക്കുകയും എന്നിട്ട് അദ്ദേഹം പറയുന്നു, നമ്മുടെ ചേരമൻ പെരുമാളിൻ്റെ ഒരു ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഒരാൾ കൊച്ചി രാജ്യത്തുണ്ട്, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് എന്ന് പറഞ്ഞിട്ട് ഈ കൃഷ്ണാദിയാശാനെയാണ് തിരുവിതാംകൂറിലേക്ക് ഇദ്ദേഹം കൊണ്ടുചെല്ലുന്നത്. പക്ഷേ അദ്ദേഹം ഇങ്ങനത്തെ ഒരു ബന്ധുത്വം ക്ലെയിം ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും ഇത്തരത്തിലുള്ളൊരു പൊളിറ്റിക്സ്. പക്ഷേ നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്ന ഒരു കോണ്ടക്സ്റ്റ് ആളുകളെ എങ്ങനെ സംഘടിപ്പിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ പല രീതിയിൽ ചില വർഗീയ സാധനങ്ങളൊക്കെയാണ് ആളുകൾ പറയുന്നതെങ്കിൽ പോലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആളുകളെ എങ്ങനെ കൂട്ടി ഒരുമിപ്പിക്കാം, അല്ലെങ്കിൽ കായൽ സമ്മേളനത്തിൻ്റെയൊക്കെ ഒരു സാഹചര്യം പോലെ തന്നെ എങ്ങനെയാണ് നമുക്കൊരിക്കലും പ്രവേശനം സാധ്യമാകാത്ത ഇടങ്ങളിൽ എങ്ങനെ നമുക്കൊരു പൊതു ഇടം നിർമ്മിച്ചെടുക്കാം, ഒരു പൗരനാകാം. അപ്പോൾ ഇതിനെല്ലാം ബേസിക്കായിട്ട് നിൽക്കുന്ന ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മനുഷ്യൻ്റെ അന്തസ് എന്ന് പറഞ്ഞൊരു സങ്കല്പം തന്നെ, ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്ന സങ്കല്പമാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവിൽ നിന്നിട്ടാണ് അവർ ഇങ്ങനത്തെ ചില പ്രതിഷേധങ്ങൾ, പ്രതിരോധങ്ങൾ തുടങ്ങുന്നത്. മനുഷ്യനാണ് എന്നൊരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട്, പൗരനാണ് എന്നൊരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അവർ കാര്യമായ രീതിയിൽ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തി. അടുത്തത് ശ്രീ സുനിൽ പീലയുടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കായൽ സമ്മേളനത്തിന് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു. 2013 അതിൻ്റെ ശതാബ്ദി നാം പിന്നിടുകയും ചെയ്തു. സജിത ആമുഖത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെയും ആധുനിക സമൂഹ രൂപീകരണത്തിൻ്റെയും ചരിത്രം എടുത്താൽ വളരെ സവിശേഷമായ പ്രാധാന്യമുള്ള ഒന്നാണ് കായൽ സമ്മേളനം. അത് രണ്ട് നിലയിലാണ്. ഒന്ന്, അതിൻ്റെ പ്രതീകപരമായൊരു പ്രാധാന്യമുണ്ട്. പ്രതീകപരമായൊരു പ്രാധാന്യം എന്ന് ഞാൻ പറയുന്നത് ഒരു വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ സംബന്ധിച്ച് സ്വാധികാരം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി 2-3 ഘടകങ്ങളിലാണ്. ഒന്ന് വിഭവാധികാരത്തിലും സ്ഥലാധികാരത്തിലും സാംസ്കാരികമായ ഒരു അധികാരത്തിലുമാണ് ഒരു വ്യക്തിയുടെ സ്വന്തമുള്ള സ്വാശ്രിതമായൊരു നിലനിൽപ്പ് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുക. ഒരുപക്ഷെ ആ നിലയിലുള്ള ഒരു സ്ഥലാധികാരത്തെ സ്ഥാപിച്ചെടുക്കാൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രമമാണ് കായൽ സമ്മേളനം. വേണമെങ്കിൽ നമ്മുടെ നവോത്ഥാന ചരിത്രം എഴുതിയ ആളുകളിൽ ഒരാൾ ഇതിനെ അരുവിപ്പുറം പ്രതിഷ്ഠയായിട്ട് താരതമ്യപ്പെടുത്തി ചർച്ച ചെയ്തിട്ടുണ്ട്. അരുവിപ്പുറം പ്രതിഷ്ഠയും കായൽ സമ്മേളനവും തമ്മിലുള്ള, ഞാൻ അരുവിപ്പുറം പ്രതിഷ്ഠയുടെ പ്രാധാന്യം ഏതെങ്കിലും നിലയ്ക്ക് കുറച്ച് പറയുകയല്ല, പക്ഷേ ഇത് തമ്മിലുള്ള മൗലികമായൊരു വ്യത്യാസം, അരുവിപ്പുറം പ്രതിഷ്ഠയും ഒരുപക്ഷെ പിൽക്കാലത്ത് വന്ന കേരളത്തിലെ ക്ഷേത്രപ്രവേശനം അടക്കമുള്ള കാര്യങ്ങളും അടിസ്ഥാനപരമായി മനുഷ്യരുടെ അതിഭൗതികമോ ആധ്യാത്മികമോ മതാത്മകമോ ഒക്കെയായ താല്പര്യങ്ങളോട് പല നിലകളിൽ ബന്ധപ്പെട്ടാണ് വന്നതെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് വികസിച്ചു വന്ന ഒരു സമരമായിട്ട് നമുക്ക് കായൽ സമ്മേളനത്തെ കാണാൻ പറ്റും. കായൽ സമ്മേളനത്തിൻ്റെ മൗലികമായൊരു പ്രാധാന്യം അത് ഏതെങ്കിലും ഒരു അമൂർത്തമായ താല്പര്യത്തെ മുൻനിർത്തിയിട്ടോ ആശയത്തെ മുൻനിർത്തിയിട്ടോ അല്ല, മറിച്ച് വളരെ മൂർത്തമായ സ്ഥലം എന്ന് പറയുന്ന ഒരു, പിൽക്കാലത്ത് സാമൂഹ്യശാസ്ത്ര ചർച്ചകളിലൊക്കെ ഒരു വ്യക്തിയുടെ അധികാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിലൊന്നായിട്ട് സ്ഥലത്തെ കാണുന്ന ഒരു രീതി വികസിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിപ്പോൾ പറയാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് സ്ഥലാധികാരം എന്ന് പറയുന്നത് 2 നിലയിൽ പ്രധാനമാണ്. ഒരു സമൂഹത്തിൻ്റെ സ്വാധികാരത്തിൻ്റെ സ്ഥാപനം എന്നതൊരു കാര്യം, മറ്റൊന്ന് അമൂർത്തമായിട്ടുള്ള അല്ലെങ്കിൽ കേരളീയ നവോത്ഥാനത്തെയും നമ്മുടെ ദേശീയതയെ ആകമാനവും വലയം ചെയ്ത മതാത്മകമായ പരിവേഷത്തിന് പുറത്ത് നിൽക്കുന്ന ഒരിടപെടലായിരുന്നു അത് എന്നതാണ്. ഇപ്പം നമ്മൾ ഇന്ത്യ ഇന്ന് നേരിടുന്ന വർഗീയതയുടെ ഒക്കെ വിപുലമായ ചരിത്രം തെരഞ്ഞു പോയാൽ അത് വാസ്തവത്തിൽ നാം ഇന്ന് കാണുന്ന അതിൻ്റെ പ്രത്യക്ഷമായ സംഘടിത രൂപങ്ങൾക്കോ ആവിഷ്കാരങ്ങൾക്കോ എല്ലാം പിന്നിൽ
ആധുനികമായൊരു ദേശീയതാ സങ്കല്പവുമായി കെട്ടുപിണഞ്ഞാണ് ഹിന്ദുത്വത്തിൻ്റെ വേരുകൾ നിൽക്കുന്നതെന്ന് കാണാൻ പറ്റും. ആ വേരുകൾക്ക് പുറത്തുള്ള നമ്മുടെ മിക്കവാറും എല്ലാ ശ്രമങ്ങളും പാർശ്വവൽകൃതങ്ങളായ നിലയിലാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. വാസ്തവത്തിൽ ആ ശ്രമങ്ങളുടെ ഒരു പ്രാധാന്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീടൊരു ഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയതയുടെ ഒരു ചരിത്ര നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, അടിസ്ഥാനപരമായി തദ്ദേശീയ സമൂഹങ്ങൾ വികസിപ്പിച്ചെടുത്ത വിജ്ഞാനങ്ങളെ, വൈഭവങ്ങളെ, പ്രതിരോധങ്ങളെ, ആവിഷ്കാരങ്ങളെ ഒക്കെ പുറന്തള്ളി വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് വാസ്തവത്തിൽ നമ്മുടെ ദേശത്തിൻ്റെ ഒരു പാരമ്പര്യ സങ്കല്പം തന്നെ നിർമ്മിച്ചെടുക്കപ്പെട്ടത് എന്നുള്ളതാണ്. ആ പാരമ്പര്യ സങ്കല്പത്തെ അടിയോടെ ചലഞ്ച് ചെയ്യുന്ന ഒന്നായിരുന്നു വാസ്തവത്തിൽ കായൽ സമ്മേളനത്തിൻ്റെ ഒരു ഇടപെടൽ. സ്ഥലാധികാരം എന്ന നിലയ്ക്കും ഒപ്പം തന്നെ മൂർത്തമായൊരു ഭൗതിക പ്രശ്നത്തിൽ നിന്നുയർന്നു വന്ന സമരമുഖം എന്ന നിലയ്ക്കും. അരുവിപ്പുറം പ്രതിഷ്ഠ അടക്കമുള്ള കാര്യങ്ങളിൽ ഇതുണ്ടെങ്കിലും അതിനേക്കാൾ മൂർത്തമായൊരു ഉള്ളടക്കം ഇതിനുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നേരത്തെ ഇപ്പോൾ അത് സൂചിപ്പിക്കുകയാണ്, എന്തുകൊണ്ട് പിന്നീട് നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ഓർമ്മയിൽ, ആധുനിക കേരള നിർമ്മിതിയുടെ ഓർമ്മയിൽ ഇത് ഇടം പിടിക്കാതെ പോയി? 2004 രാമദാസിൻ്റെ ലേഖനത്തിന് ശേഷം ഇപ്പോൾ 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും എന്തുകൊണ്ട് ഇതിനൊരു തുടർച്ചയുണ്ടാകുന്നില്ല? അല്ലെങ്കിൽ ഈ സ്മരണ അതിപ്രബലമായ അരുവിപ്പുറം പോലെയോ അല്ലെങ്കിൽ മറ്റ് പലതരം ഓർമ്മകൾ പോലെയോ നമ്മുടെ ഓർമ്മയിൽ പ്രബലമായി നിൽക്കുന്നില്ല എന്നതും വാസ്തവത്തിൽ ഇപ്പോൾ നാം അന്വേഷിക്കേണ്ട, അഭിസംബോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ ദേശീയതയുടെയും നമ്മുടെ സാംസ്കാരിക ഭൂതകാലത്തിൻ്റെയും ഉള്ളിൽ വളരെ ശക്തമായി അതിൻ്റെ പ്രാരംഭദശ മുതൽക്കേ നിലനിന്നിരുന്ന ഒരു ബ്രാഹ്മണ്യത്തിൻ്റെ, സവർണതയുടെ മൂല്യമണ്ഡലവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇതിവിടെ മാത്രമല്ല, ഇപ്പം അജന്ത ചിത്രകല എന്ന് പറയുന്നതിനെ ദേശീയ കലയായിട്ടോ എല്ലോറയെ ദേശീയ പാരമ്പര്യമായിട്ടോ കാണുന്ന നമ്മുടെ പൊതുസമൂഹം വർളി ചിത്രങ്ങളെ ആദിവാസി കല എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കി വരിക. വാസ്തവത്തിൽ അജന്ത കല ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ 1000 മടങ്ങ് രൂപത്തിൽ നമ്മുടെ ഏറ്റവും പുതിയ ഫാഷനുകളിൽ വരെ, ഡിസൈനിങ്ങിൽ വരെ വർളിയുടെ രൂപങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ വർളിയുടെ കലാപാരമ്പര്യത്തിന് ഒരു ദേശീയ പാരമ്പര്യ പദവി ഇപ്പോഴും കൈവന്നിട്ടില്ല. ഈ ഒരു പ്രശ്നത്തിൻ്റെ മറ്റൊരു നിലയിലുള്ള തുടർച്ച വാസ്തവത്തിൽ കായൽ സമ്മേളനത്തെക്കുറിച്ചുള്ള ഒരു മറവിക്ക് പിന്നിലുമുണ്ട്. അതുകൊണ്ട് ഈ ഓർമ്മ എന്ന് പറയുന്നത് ഈ സമ്മേളനത്തെക്കുറിച്ച് മാത്രമുള്ള ഒരു ഓർമ്മയല്ല. വാസ്തവത്തിൽ നമ്മുടെ ദേശീയ സംസ്കൃതി ഇന്ന് നാം കരുതിപ്പോരുന്ന ഒന്നിൻ്റെ അടിസ്ഥാനപരമായ പരിമിതികളെ, പരാധീനതകളെ വിമർശനാത്മകമായിട്ട് നോക്കിക്കാണാനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രേരണ കൂടിയാണ്. മറ്റൊന്നുകൂടി ഇവിടെ പറയേണ്ടതുണ്ട്. ഒരു സമരത്തിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീഴ്ത്തട്ട് ജനതയുടെ സംഘടന വികസിച്ചു വന്നു എന്നതും ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രാധാന്യമാണ്. ഇവിടെ ചേർന്ന ഈ സമ്മേളനത്തിൻ്റെ തുടർച്ചയിലാണ് ആദ്യം പുലയ ജനസഭ എന്ന പേരിൽ കൃഷ്ണാദി ആശാൻ്റെയും കെ പി വള്ളോൻ്റെയും കറുപ്പൻ മാഷ്ടെയും കൃഷ്ണമേനോൻ്റെയും ഒക്കെ പലതരത്തിലുള്ള ഇടപെടലുകളിലൂടെ നമ്മുടെ സാമൂഹ്യ ചരിത്രത്തെ നവീകരിക്കുന്ന ഒരു സുപ്രധാന സ്ഥാനമായിട്ട് അത് മാറിത്തീർന്നത്. അപ്പം അങ്ങനെ നോക്കിയാൽ വാസ്തവത്തിൽ ആധുനിക കേരളം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലെ സുപ്രധാനമായ ഒരു ഇടപെടൽ മാത്രമല്ല, അതിലെ ചില ഇരുട്ടുകളെ, അതിലെ ചില തമസ്കരണങ്ങളെ, അതിലടങ്ങിയിട്ടുള്ള ചില ആഴത്തിലുള്ള വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് കൂടി നമ്മോട് സംസാരിക്കുന്ന, നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നായിട്ട് ഈ കായൽ സമ്മേളനത്തെ കാണേണ്ടതുണ്ട്. ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്ന് അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഈ ഒരു വിമർശനാത്മകത കൂടി വാസ്തവത്തിൽ ഈ ഓർമ്മയോടൊപ്പം നമ്മൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സുഹൃത്തുക്കളെ, കൂടുതൽ സമയം ആവശ്യപ്പെടുന്ന ഇടപെടലുകളാണ് ഈ പാനൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ സമയപരിമിതി കൊണ്ട് സദസ്സിൽ നിന്ന് ഉള്ള ചോദ്യങ്ങൾ കുറച്ച് ചെറുതാക്കിയും ഷാർപ്പായിട്ടും ചോദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സംവാദത്തിന് ക്ഷണിക്കുന്നു. നമസ്കാരം. സുനിൽ സാറ് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തതാണ് ചോദ്യം. ഈ കേരള നവോത്ഥാനത്തെക്കുറിച്ചുള്ള ചരിത്ര വിവരണങ്ങൾ ചിലപ്പോൾ ഏകപക്ഷീയമായി പോകുന്നു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ചരിത്രം എഴുതുന്നവർ ചരിത്രം വേട്ടക്കാരൻ്റേതായി പോകുന്നു എന്നുള്ള ആ ഒരു പ്രയോഗം ചിലപ്പോൾ കേരള ചരിത്രത്തിൽ കൃത്യമായിട്ട് അർത്ഥമാക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഇതുപോലുള്ള, പ്രത്യേകിച്ച് കായൽ സമ്മേളനം 2013 അതിൻ്റെ ശതാബ്ദി ആഘോഷിച്ചു കഴിഞ്ഞിട്ടും ഇപ്പോഴും പണ്ഡിറ്റ്
കറുപ്പനും ഇത് മുന്നോട്ട് വയ്ക്കുന്ന നവോത്ഥാന സങ്കല്പങ്ങളും ഇരുട്ടിൽ തന്നെയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നുവെന്ന് ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയും. ആർക്ക് വേണമെങ്കിലും മറുപടി. സുനിൽ. അല്ല, ഈ നവോത്ഥാന ചരിത്രം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്ര രചനയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, നവോത്ഥാനം എന്ന പ്രക്രിയയുടെ സങ്കീർണമായ നിരവധി അടരുകളെ അത് പലപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നില്ല. അത് മിക്കവാറും മതനവീകരണത്തിൻ്റെയും ജാതി വിരുദ്ധ സമരങ്ങളുടെയും 3-4 പ്രതലങ്ങളിലാണ് പലപ്പോഴും അത് ഒതുങ്ങി നിൽക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് സംരംഭകത്വം എന്ന് പറയുന്നത് നവോത്ഥാനത്തിൽ വഹിച്ച പങ്കെന്താണ്, മതപരിവർത്തനം വഹിച്ച പങ്കെന്താണ്, മിഷണറി പ്രവർത്തനങ്ങളുടെ പങ്കെന്താണ്, അച്ചടിയുടെ പങ്കെന്താണ്, ഇങ്ങനെ എത്രയോ ചോദ്യങ്ങൾ നമുക്ക് നവോത്ഥാനത്തെ മനസ്സിലാക്കാൻ നല്ല രൂപകം ഞാൻ കരുതുന്നത് അതിനെ ഒരു സ്പെക്ട്രമായിട്ട് സങ്കല്പിക്കുന്നതാണ്, ഒരു വർണ്ണരാജിയാണ്. ആ വർണ്ണരാജിയുടെ ഒരറ്റത്തൊരു പക്ഷേ മതപരമായ ചില താല്പര്യങ്ങളുണ്ടാവും, മറ്റൊരു ഭാഗത്ത് ജാതിവിരുദ്ധ സമരങ്ങളുണ്ടാവും. ഇതിനെയൊക്കെ പിന്തുണച്ചുകൊണ്ടും ഇതിനോടൊക്കെ പോരടിച്ചുകൊണ്ടും പല പ്രവണതകളുണ്ട്. നവോത്ഥാനം വളരെ കോംപ്ലിക്കേറ്റഡായ, വളരെ ഇൻറ്റേർണലി കോൺട്രഡിക്ടറി ആയ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിന് പകരം നമ്മളുടെ മുഖ്യധാരാ ചരിത്രം 3-4 ഘടകങ്ങൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് അതിനെ ഫ്രീസ് ചെയ്താണ് പൊതുവെ നവോത്ഥാനത്തെക്കുറിച്ച് പറയുക. അതിൽ നിശ്ചയമായിട്ട് നാരായണഗുരുണ്ട്, ചട്ടമ്പിസ്വാമിയുണ്ട്, കുറഞ്ഞൊരളവിൽ അയ്യങ്കാളിയുണ്ട്. അങ്ങനെ 4-5 ആളുകളിലും അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങളിലും നവോത്ഥാന ബോധം അന്നും ഇന്നും തളഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിന് പകരം വാസ്തവത്തിൽ ചാന്നാർ ലഹള മുതൽ ആരംഭിക്കുന്നതാണ്. ശരീരത്തിൻ്റെ മേലുള്ള സ്വാധികാരം എന്ന പ്രശ്നം മുതൽ ആരംഭിച്ച് ഒരു നൂറ്റാണ്ടെങ്കിലും പല രൂപത്തിൽ പല പ്രകാരങ്ങളിൽ പ്രവർത്തിച്ചിട്ടാണ് നവോത്ഥാനം എന്ന പ്രക്രിയയുടെ ഒരു ഉള്ളടക്കം പൂർത്തിയായത്. അത് വേണ്ട വിധത്തിൽ നാം മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ അഭിസംബോധന ചെയ്തില്ല എന്ന അടിസ്ഥാനപരമായൊരു പരിമിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വിനിൽ പോളൊക്കെ പറഞ്ഞൊരു കഴിഞ്ഞൊരു 1/4 നൂറ്റാണ്ട് കൊണ്ടാണല്ലോ വാസ്തവത്തിൽ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ മുഖ്യധാരയ്ക്ക് അപ്പുറത്തേക്ക് നമ്മുടെ നോട്ടങ്ങളൊക്കെ ചെന്ന് തുടങ്ങുന്നതും. പാമ്പാടി ജോൺ ജോസഫോ അല്ലെങ്കിൽ വേലുക്കുട്ടി അരയനോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന കായൽ സമ്മേളനം അടക്കമുള്ള കാര്യങ്ങളോ നവോത്ഥാന ചർച്ചയുടെ ഭാഗമാകുന്നതും. അപ്പോൾ ആ പരാധീനത നവോത്ഥാനത്തെക്കുറിച്ചുള്ള പൊതുബോധത്തിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മളിതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും വാസ്തവത്തിൽ മറ്റേ ദേശീയമായ ഒരു നാഷണൽ ട്രഡീഷൻ എന്ന് വിളിക്കാവുന്ന ഉണ്ടാക്കിയ ബോധ്യങ്ങളൊക്കെ വളരെ പ്രബലമാണ്. ആ പ്രാബല്യത്തിലാണ് വാസ്തവത്തിൽ ഹിന്ദുത്വം വേരാഴ്ത്തി നിൽക്കുന്നതും. അപ്പോൾ അത് കൂടുതൽ ആഴത്തിൽ നാം വിമർശന വിധേയമാക്കേണ്ടതാണ്. നമ്മൾ 1930 ശേഷമുള്ള ചരിത്രം നോക്കുമ്പോൾ ഇന്ത്യയുടെ ചരിത്രം ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധി സർവ്വധർമ്മ സമഭാവനയൊക്കെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലെ ഈ ജാതിയുടെ ഉൾപ്പിരിവുകൾ മനസ്സിലാക്കുന്നതിൽ ഡോക്ടർ അംബേദ്കറോളം ഗാന്ധി വിജയിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ചൂഷകരും ചൂഷിതരും തമ്മിലുള്ള ഒരു സമരത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഇതിൻ്റെ ഉള്ളിൽ ജാതി പിരിവുകളിൽ അത്രയധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഈ 2 കാരണങ്ങളും കൂടി ഇതിനൊരു ഒരു ഒരു കാരണമല്ലേ ശരിക്ക്? അവരെ 2 പ്രസ്ഥാനങ്ങളുടെ സപ്പോർട്ട് കിട്ടാതിരുന്നുകൊണ്ടും കൂടിയല്ലേ ഇതൊക്കെ ഇങ്ങനെ വിസ്മൃതിയിലായി പോയത്? അല്ല, 2 നിരീക്ഷണങ്ങളും വസ്തുതാപരമാണ്. ഗാന്ധിക്ക് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ മനസ്സിലാക്കി ഗാന്ധിയുടെ 2 പരാധീനതകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് മുതലാളിത്തത്തെ മനസ്സിലാക്കാൻ ഗാന്ധിക്ക് പറ്റിയില്ല. ഗാന്ധി അതുകൊണ്ടാണ് ഈ ട്രസ്റ്റിഷിപ്പിലൊക്കെ ചെന്ന് കുടുങ്ങിയത്. ആളുകളുടെ നന്മ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് മുതലാളിത്ത ചൂഷണം എന്ന് ഗാന്ധി അവസാനം വരെ കരുതി. അതൊരു പ്രശ്നമാണ്. മറ്റൊന്ന്, ജാതിയെ മനസ്സിലാക്കുന്നതിൽ അദ്ദേഹത്തിന് പരാജയം വന്നു എന്നതും ഒരു പ്രശ്നമാണ്. അതുപോലെ ഇന്ത്യയെ സംബന്ധിച്ച് വർഗമെന്ന് പറയുന്നത് ജാതിബന്ധങ്ങൾ കൂടി ചേർന്ന ഒരു കാര്യമാണ്. ഞാൻ വർഗത്തെക്കുറിച്ച് ജാതിയെക്കുറിച്ച് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ ഏറ്റവും നന്നായി പറഞ്ഞ ഒരാൾ കൊസാംബിയാണ്. കൊസാംബി ഒരിക്കൽ പറയുന്നുണ്ട്, ഏറ്റവും കുറഞ്ഞ ബലപ്രയോഗത്തിലൂടെ പ്രാഥമിക ഉൽപ്പാദകരിൽ നിന്ന് മിച്ചം കവർന്നെടുക്കാൻ സഹായിക്കുന്ന സാമൂഹ്യ അവബോധ നിർമ്മിതിയുടെ മതാത്മക രൂപമാണ് ജാതി. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ വളരെ സൂക്ഷ്മമാണ്. ഏറ്റവും കുറഞ്ഞ ബലപ്രയോഗം മതി, മിച്ചം പിടിച്ചു വാങ്ങലാണ്. പക്ഷേ അത് ഒട്ടും കേന്ദ്രീകൃതമായ ബലത്തിലൂടെയല്ല. ഇന്ത്യയിൽ അടിമത്തം യൂറോപ്പിലേതുപോലെ വേണ്ടാതെ വന്നതുപോലും ജാതി കൊണ്ടാണ് എന്ന് കൊസാംബി നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ബലപ്രയോഗം കുറച്ച് ഇത് കവർന്നെടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ജാതി നൽകുന്നുണ്ട്. പക്ഷേ ഈ ഉൾക്കാഴ്ച നമ്മുടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിനകത്തും വേണ്ട അളവിൽ വന്നില്ല എന്നുള്ള നിരീക്ഷണവും ഞാൻ അംഗീകരിക്കുന്നു. അത് വസ്തുത. കായൽ സമ്മേളനത്തെ പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടെങ്കിൽ വേഗം ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ സെഷൻ അവസാനിപ്പിക്കാനായിട്ട്
കഴിഞ്ഞു. Chat. ആ മിഡിൽ പോൺ. നമ്മുടെ ഒരു മലയാളി പൊതുബോധം അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ വായിക്കേണ്ടി വന്നൊരു കാര്യം വെച്ചാൽ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ ചരിത്രമാണ്. നവോത്ഥാനം എന്നുള്ളൊരു സങ്കല്പത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പം നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമുദായത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു ലീഡറിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നവോത്ഥാനത്തിൻ്റെ ചരിത്രം എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതുബോധം കിടക്കുന്നത്. അതാണ് ഒരു കുഴപ്പം പിടിച്ചൊരു കാര്യം. അപ്പോൾ അതില്ലാതെ അത് പല രീതിയിൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ശ്രീനാരായണ ഗുരുവിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല SNDP മൂവ്മെൻറ്റ്. അയ്യങ്കാളിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അതൊരു ജനകീയമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് എന്ന നിലയിൽ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കവർ പേജുകളും പുസ്തകങ്ങളും എല്ലാം വ്യക്തികളെ മാത്രം കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഒരു സങ്കല്പം അങ്ങനെ കിടക്കുന്നത്. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ ഒരു പ്രവർത്തനം മാത്രമല്ല. ഓക്കെ, ഈ സെഷൻ അവസാനിക്കുകയാണ്. പാനലിലുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു.